നമ്മുടെ പോഡ്കാസ്റ്റിലെ ആദ്യത്തെ ഫസ്റ്റ് ടോപ്പിക് പറയുന്നത് അതിക്ക് മുന്നേ ഇന്നലെ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഓൾ. ടിപ്പിക്കലി ഒരു യൂട്യൂബർ പറയുന്ന പോലെ ഞാനൊരു യൂട്യൂബർ ആണല്ലോ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട പോഡ്കാസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ എന്റെ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് സെഷനാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട പോഡ്കാസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ എന്റെ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പോഡ്കാസ്റ്റിലെ ആദ്യത്തെ ഫസ്റ്റ് ടോപ്പിക് പറയുന്നത് ഇന്നർ പീസ് ആണ്. ഇന്നർ പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം, ആന്തരിക സമാധാനം എന്നൊക്കെ പറയും. അതെന്താന്ന് വെച്ചാൽ അതിക്ക് മുന്നേ ഇന്നലെ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഓൾ. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ എന്നെ അറിയാവുന്നത് കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും. സോ ആ ഒരു ചെറിയ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടില്ല. സോ താങ്ക് യു ഓൾ. ഞാൻ ഭയങ്കര ഹാപ്പി ആവും. ഓക്കെ, അപ്പം ഇനിയും ഇതുപോലെ വീഡിയോസ് ചെയ്ത് 100 എന്നുള്ളത് 1000, 10K, 100K ഒക്കെ എത്തിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ് ഞാൻ. ഓക്കെ, അപ്പോൾ സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷണൽ ബാലൻസ് ആണ്. ഈ ഇമോഷണൽ ബാലൻസിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഈ ഇമോഷണൽ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ളത്. ഈ ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 70 to 80% ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. എല്ലാവരും പറയും, നമുക്ക് കേൾക്കാം, ഞാൻ ഭയങ്കര സെൻസിറ്റീവ്, എനിക്ക് പെട്ടെന്ന് സങ്കടം. ഇവൻ ഞാനും ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ്. സോ എനിക്കൊരു സിറ്റുവേഷൻ വന്നാൽ എന്നെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈസിലി ഞാൻ കരയും. സോ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആണെങ്കിൽ നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ സങ്കടം വരുമ്പോൾ കരയും. അപ്പോൾ ഈ സങ്കടം നമ്മുടെ ആ ഒരു സമാധാനത്തിൽ ഇല്ലാതാക്കും. ഓക്കെ, അപ്പോൾ ആരും കരയരുതെന്നല്ല, കരയണം, ആവശ്യത്തിന് കരയാം. അല്ലാണ്ട് നമ്മൾ തൊട്ടതിന് പിടിച്ചതൊക്കെ നമ്മൾ കരയാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സമാധാനം അവിടെ ഇല്ലാണ്ടാവും. നമ്മൾ തന്നെ, അതായത് നമ്മൾ കരയുമ്പോൾ നമ്മളുടെ ബോഡി ഒരു സൈൻ കൊടുക്കും. ഓക്കെ, ഒരു ബാഡ് സിറ്റുവേഷനിലാണെന്ന് നമ്മളുടെ ബോഡിക്ക് ഒരു സൈൻ കൊടുത്തിട്ട് നമ്മളുടെ ആ ഒരു സമാധാനം അവിടെ ഇല്ലാണ്ടാവും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത്? ചിലർക്ക് ഉണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ ആവുന്നത്. ബട്ട് എനിക്ക് ഓക്കെ ആവും എന്നൊക്കെ എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴാണ് പിന്നെയും എനിക്ക് കരഞ്ഞു തീർക്കുന്നതിനേക്കാളും ഓക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഈ ഇമോഷണൽ ബാലൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്നർ പീസ് എന്നുള്ള ടോപ്പിക്കിൻ്റെ ഒരു ഫസ്റ്റ് കണ്ടന്റ് ആണ്. കാരണം ആ ഒരു ഇമോഷണൽ ബാലൻസ് നമുക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഏകദേശം നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് താഴത്ത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെൻ്റൽ ക്ലാരിറ്റി. ഓക്കെ, ഈ മെൻ്റൽ ക്ലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ബാഡ് ആയിക്കോട്ടെ ഗുഡ് ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നേരിടാൻ പറ്റും, അതല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മളത് നേരിടും എന്നുള്ളൊരു ആ ഒരു ക്ലാരിറ്റി. അതല്ലാണ്ട് എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എനിക്ക് തോന്നുന്നുണ്ട് ഇത് പറ്റുമോ, എനിക്ക് നല്ല ഫിയർ ഉണ്ട്, ആ ഒരു സ്റ്റേജ്, അതായത് ചെയ്യാൻ പറ്റുന്നല്ല പറ്റില്ല എന്നല്ലാത്ത ഒരു സ്റ്റേജിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ സൈനിൽ വരും. ഓക്കെ, ഒരു ഡൗട്ട്ഫുൾ മൂഡിലാണ് നിൽക്കുന്നതിന് നമ്മളുടെ ബോഡിക്ക് സൈൻ കൊടുക്കും. അപ്പോൾ എന്താ മെയിൻലി സംഭവിക്കുക? അപ്പോഴും നമ്മളുടെ സമാധാനം, അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള ആ ഒരു ടെൻഷൻ വരും. ആ ടെൻഷൻ വരുമ്പോൾ അത് ഒബ്വിയസ്ലി നമ്മളുടെ ആ ഒരു സമാധാനം ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്കിപ്പോൾ എന്ത് ഒബ്സ്റ്റക്കിൾസ് വന്നാലും നമ്മളത് നേരിടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതിപ്പോൾ നമുക്ക് പല രീതിയിൽ നേരിടാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് കരഞ്ഞു കഴിയുമ്പോഴായിരിക്കും അതിനുള്ള ആ ഒരു കോൺഫിഡൻസ് വരാം. ഇപ്പം ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതല്ല, ഇപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് കിട്ടും. ഇപ്പോൾ ഞാനായപ്പോലും ആദ്യം വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ആ ഒരു പോസിറ്റീവ് മൈൻഡിലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആക്കൊള്ളാം, നീ ചെയ്യും നല്ലപോലെ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്ത്. അതുപോലെ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സിസ്റ്റർ ആയാലും എനിക്ക് കുറേ തിരുത്തി തന്നെ ഉണ്ട്. സോ നമുക്ക് അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഇന്നർ പീസ് ബിൽഡ് ചെയ്ത് നല്ലപോലെ നമുക്ക് നല്ല ലൈഫായിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പിരിച്വൽ കണക്ഷൻ. ഈ സ്പിരിച്വൽ കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, അതായത് നമ്മൾക്ക് ഇപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇവിടെ ആ ഒരു അത്രയും കാസ്റ്റസ് ആണുള്ളത്. ആ ഒരു ഇത് മാത്രമല്ല ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്നുള്ളത്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ജനിച്ച മുതൽ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ വളർന്നു വന്നുകൊണ്ട് അതിലൊന്നും ഞാൻ ഇതാക്കുന്നില്ല. ബട്ട് എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ട്. ആ ഒരു എനർജി നമുക്ക് ഇതിനോട് നമ്മൾ സംസാരിക്കുക, നമ്മൾ പ്രേ ചെയ്യുക. ഹലോ ഗൈസ്, ജസ്റ്റ് ഒന്ന് ഫോൺ സ്പേസിലാണ്ട് കട്ടായി പോയിട്ടാവും. ഓക്കെ, നമുക്ക് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എൻ്റെ പേഴ്സണലി ഉള്ള ആ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമുക്കൊരു പോസിറ്റീവ്
ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് പവർ നമുക്കുണ്ട്. ആ ഒരു പോസിറ്റീവ് പവറെ നമ്മൾ വിശ്വസിച്ച് ലൈക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ ഒരു പോസിറ്റീവ് പവറിലുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇനിയും ഞാൻ റിപ്പീറ്റഡ്ലി മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. സോ നിങ്ങളെല്ലാവരും ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ഈ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സിനെയൊക്കെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക, ലൈക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ആ ഒരു റിലീജിയനിലുള്ള ആ ഒരു ദൈവത്തോട് സംസാരിക്കുന്ന പോലെ യൂണിവേഴ്സിനോട് ഒക്കെ നമ്മൾ സംസാരിച്ച് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിന്റെ ചേഞ്ചസ് മനസ്സിലാവും. ഓക്കെ, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ തേർഡ് പറഞ്ഞത് സ്പിരിച്വൽ കണക്ഷൻ ആണ്. സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ലൈക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു ഹൈ എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി യൂണിവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നതും ആ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സമാധാനം ഉണ്ടാവും. അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലൈക്ക് ഞാൻ ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സന്റെ മകന് ഒരു ലൈക്ക് നമുക്കൊരു ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഒരു അസുഖം വന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അവര് അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള തന്നെ ലൈക്ക് ഓൾമോസ്റ്റ് ഫേമസ് ഹോസ്പിറ്റൽസ്, അത്യാവശ്യം ലക്ഷറി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് അതിനുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അതുപോലെ മെഡിസിൻസ് കാര്യങ്ങളില്ല. സോ ആ ഒരു ടൈമില് ആ ഒരു അച്ഛനെ എന്താ സംഭവിക്കാം, ലൈക്ക് അവരുടെ സമാധാനം അവിടെ പോകും. അപ്പൊ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, അതാണ് ആ ഒരു ഫിസിക്കൽ വെൽബീങ് ലൈക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മളുടെ സമാധാനം പോകും. ലൈക്ക് അതെന്ന് പറയുന്നത് നമ്മളുടെ തെറ്റുകൊണ്ട് ഉണ്ടാവാം, അതുപോലെ തന്നെ ലൈക്ക് അതല്ലാണ്ടും യൂണിവേഴ്സിറ്റി വന്നു ചേരാം. നമുക്ക് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്കൽ വെൽബീങ് ആണ്. ഫിസിക്കൽ വെൽബീങ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് ശരിയാണ്, മണി മാറ്റേഴ്സ് എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പൊ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ രാവിലെ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് തീരെ വയ്യ, ലൈക്ക് എനിക്ക് ഒരു കോൾഡ് ഉള്ള പേഴ്സൺ രാവിലെ എണീക്കുമ്പോൾ ആ ഒരു ടൈമിൽ ലൈക്ക് നമുക്ക് തുമ്മല, ജലദോഷം അങ്ങനെയുള്ള കോൾഡും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ എന്റെ പോകും, എനിക്ക് ലൈക്ക് ദേഷ്യം വരും. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീരെ വയ്യ, തലകറക്കം അങ്ങനെയുള്ളതായിരിക്കും. നമ്മുടെ ആ ഒരു ദിവസം പോകും, ഭയങ്കര ടയർഡായിരിക്കും, നമ്മൾ ഭയങ്കര ഡള്ളായിരിക്കും. അപ്പൊ തന്നെ ഓക്കെ ലൈക്ക് ഒന്ന് ഡൗൺ ആവും നമ്മൾ. അപ്പോഴും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഇന്നർ പീസ് അത് എഫക്ട് ചെയ്യും. അത് ലൈക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ അത്ര രീതിയിൽ എഫക്ട് ചെയ്യില്ലെങ്കിലും ഇതുപോലെ തന്നെ വേറെ പല ഡിസീസസ് വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുക. ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് ലൈക്ക് അവരൊക്കെ ചിലർ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഓക്കെ ഇനി നമ്മൾ രക്ഷപ്പെടുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ലൈക്ക് ആ ഒരു സമാധാനം പോകും. ഈ ഇന്നസെന്റ് എന്ന് പറഞ്ഞൊരു ക്യാൻസർ സർവൈവർ പേഷ്യന്റ് ആയിരുന്നു അല്ലെ. അതിപ്പോ ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ചിരി എന്ന് പറഞ്ഞൊരു പാഠം. ആ ഒരു പാഠത്തില് ലൈക്ക് ആ ഒരു ക്യാൻസർ പേഷ്യന്റ് എങ്ങനെയാണ് അത് സർവൈവ് ചെയ്തതുള്ള ആ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും, മനസ്സിലായി. ലൈക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സമാധാനം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, ലൈക്ക് ഇപ്പൊ എന്ത് ഒബ്സ്റ്റക്കിൾസ് വന്നാലും മെയിൻ ആയിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ട് നിൽക്കുക, നമ്മളെ തന്നെ കോൺഫിഡൻസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ തന്നെ ലൈക്ക് വിചാരിക്കുക നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ സൈൻസ് തന്നെ ബോഡി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ബോഡിയും അതിനനുസരിച്ച് വീക്ക് ആയി തുടങ്ങും. അതല്ല നമ്മളെ കൊണ്ട് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. അത് ഏത് സിറ്റുവേഷൻ ആയാലും, ഇപ്പൊ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ ഇതുപോലെ എന്ത് സിറ്റുവേഷൻസ് ആയാലും ലൈക്ക് നമ്മൾക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ പറഞ്ഞു കൊടുത്താൽ മതി, അത് പിന്നെ നമ്മളുടെ മൈൻഡ് ചെയ്തോളും. ഓക്കെ, അത്രയും പവർഫുൾ ആണ് നമ്മളുടെ മൈൻഡ്. സോ ആ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഇന്നർ പീസ് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ചെറിയൊരു കണ്ടന്റ്, കാരണം ലൈക്ക് നമ്മൾ ലോങ് വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ലൈക്ക് ഞാൻ ഒരു ബിഗിനർ അല്ല, അപ്പൊ എനിക്ക് അത്രയും ലോങ് വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് ലൈക്ക് നിങ്ങൾ കാണൂലെന്നറിയില്ല. സോ ഞാൻ മാക്സിമം ഷോർട്ടാക്കിയാണ് സംസാരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ടിപ്പിക്കലി യൂട്യൂബർ പറയുന്ന പോലെ ഞാനൊരു യൂട്യൂബർ ആണല്ലോ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ തോട്ട്സ് എന്താണ് അത് കമന്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് നിങ്ങൾക്ക് തോന്നണം, അല്ല നിങ്ങളുടെ ആ ഒരു POV എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി പുതിയ പുതിയ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചാൽ കേൾക്കണം എന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പിക്സ് കമന്റ് ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.